ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. ആക്ച്വലി നമ്മളിന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നത്. അപ്പം അടുത്തടുത്ത് സിനിമകളുള്ളതുകൊണ്ട് റിവ്യൂ ചെയ്യാൻ കണ്ടന്റ് ഉണ്ട്. റിവ്യൂ ചെയ്യാൻ മാത്രമേ കണ്ടന്റ് ഉള്ളൂ, അതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദുരന്തർ 2 ദ റിവഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ്. അത് കിട്ടില്ല അറ്റ്മോസ്ഫിയർ അല്ലേ. ഓക്കെ, ഞാനിത് പെട്ടെന്ന് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ സിനിമ റിവ്യൂ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നും പോവും. ഇൻ കേസ് പെട്ടെന്ന് ചെയ്തിട്ട ഉള്ള പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്പോയിലർ കേൾക്കും. അതുകൊണ്ട് എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. ആൻഡ് സിനിമ എന്ന് പറഞ്ഞാൽ രൺവീർ സിംഗ് പുള്ളിക്കാരൻ നൈസായിട്ട് തകർത്താടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഈ കില്ലെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഏകദേശം അത്രയ്ക്കങ്ങ് എത്തിയില്ലെങ്കിലും കൊള്ളാം. നമ്മളൊരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഇത് നല്ല രീതിയിൽ VFX ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ ബ്രൂട്ടൽ സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി നല്ല സിനിമകൾ, അതായത് നല്ല കിടിലൻ സിനിമകൾ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴേ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ പെട്ടെന്ന് കൊള്ളാമെന്നുള്ള സിനിമകളൊക്കെ ഞാൻ പോയി കാണും, മാക്സിമം പോയി കാണാൻ നോക്കും. പിന്നെ അതായത് ഈ തിയേറ്ററിൽ മിസ്സാവണത് എനിക്ക് കുറച്ചൊരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ഈ നല്ല സിനിമകളൊക്കെ തിയേറ്ററിൽ മിസ്സായാൽ ഭയങ്കര വിഷമമാണ്, ഫീലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ പോയി ദുരന്തർ കണ്ട്, സെക്കൻഡ് പാർട്ട്. നൈസ് പടം. അതിൻ്റെ അകത്ത് റൊമാൻസ്, ഇവർ എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് കാണിക്കാൻ ഉദ്ദേശിച്ചത് അതെല്ലാം നമുക്ക് കൺവിൻസിങ് ആയിട്ട് അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. റൊമാൻസ്, ഫൈറ്റ് എല്ലാം ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 18 വയസ്സിന് മേളിലേക്കുള്ളവർ കാണേണ്ട പടമാണ്. കാരണം കുറച്ച് ബ്രൂട്ടൽ സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അവർ മാത്രം പോയി കാണാൻ ശ്രമിക്കുക. അല്ല, അവർ മാത്രമേ പോയി കാണാവൂ, ശ്രമിക്കാനല്ല, അവർ മാത്രമേ പോയി കാണാവൂ. ആൻഡ് ഇത് ഈ പറയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിന് ഇത് തന്നെ പലർക്കും ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമില്ല. അതായത് ബ്രൂട്ടൽ സീൻസ് പറഞ്ഞത് അത് എനിക്കറിയാം, ഞാൻ കുറേ പേര് അത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് ഈ ബ്രൂട്ടൽ സീൻസ് ഒന്നും പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമില്ല. അപ്പം ബ്രൂട്ടൽ സീൻസ്, അതായത് നല്ലൊരു ത്രില്ലർ പടം ആഗ്രഹിച്ച് പോകുന്നവർക്ക് ഓക്കെ പോയി കാണാം എന്നുള്ളൊരിത്. എനിക്ക് പറ്റിയത്, ഞാൻ ഹിന്ദിയാണ് പോയി കണ്ടത്. എനിക്ക് ഹിന്ദി അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല, എന്നാലും കുഴപ്പമില്ലാതെ മനസ്സിലാവും. അയ്യോ ഇവിടെ എന്നിട്ട് ഇവര് ഈ പടം നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറി നല്ല ബേസ്, ലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് നല്ല കിഡിലായിട്ടൊരു മാനറിസം പരിപാടികളൊക്കെ ചെയ്ത് അതിൻ്റേതായിട്ടുള്ളൊരു മാസ് അപ്പിയറൻസ് എല്ലാവർക്കും. അതായത് നമ്മൾ മാധവൻ ചെയ്ത ക്യാരക്ടർ, പിന്നെ അല്ലാതെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള വാല്യൂ എടുത്ത് അത്രയ്ക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കൊണ്ടുവന്ന ക്യാരക്ടേഴ്സിനൊന്നും വെറുതെ ചുമ്മാ കണ്ട് കളയുക എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ അത് പിടിച്ചിട്ടില്ല. കൊണ്ടുവന്നിട്ടുള്ള ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും അവരവരുടേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു വേവ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോയൊരു പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല നൈസ് പടം. എനിക്ക് ഈ ദുരന്തർ 1 എനിക്ക് തിയേറ്ററിൽ മിസ് ചെയ്തൊരു സാധനമാണ്. അങ്ങനെ ഞാൻ ദുരന്തർ 2 ഇറങ്ങിയാൽ കാണാൻ പോകും എന്ന് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതാണ് അടുത്ത കാര്യം. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ദുരന്തർ 1 ആണോ 2 ആണോ കൊള്ളാമെന്ന് ചോദിച്ചാൽ ദുരന്തർ 1 എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് പക്ഷേ 2-നെക്കാട്ടിയും കുറച്ചും കൂടെ 1 കൊള്ളാമെന്ന് തോന്നി. ആൻഡ് 2 4 മണിക്കൂറുണ്ട് സിനിമ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കാണാൻ പോകുക. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് വെറുതെ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദുരന്തർ 2 കാണാൻ പോവാം, ഒരു കുഴപ്പമില്ല. 4 മണിക്കൂറൊക്കെ പോണ വഴി അറിയത്തില്ല, ബോറടി പരിപാടിയൊന്നുമില്ല. ഞാൻ വെച്ചാൽ ഫസ്റ്റത്തെ നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഈ 2 മണിക്കൂർ പോയ വഴി അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് അത് എൻഗേജിങ് ആയിട്ട് നമ്മളൊന്നും ബോറടിപ്പിക്കാതെ ലാഗ് അടിക്കാതെ അത്രയ്ക്ക് നന്നായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി ഗൈസ്,
വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഓക്കെ, ബൈ.